അപ്പൊ എനിക്ക് മനസ്സിലാകാത്തൊരു തേങ്ങയില്ല. നിഖില വിമൽ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇപ്പൊ 2-3 ദിവസങ്ങളായിട്ട് നിഖില വിമലാണ് ചർച്ചാ വിഷയം. പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ നല്ല സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് നിഖില കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. കാരണം ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഉണ്ണിമുകുന്ദൻ സിനിമയിൽ, അതായത് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ എന്തുകൊണ്ട് അഭിനയിച്ചില്ല, സിനിമയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ ആ ചോദ്യത്തിന് പുള്ളിക്കാരത്തി കൊടുത്ത മറുപടി ചിരിച്ചുകൊണ്ട്, അതായത് എനിക്കൊരു തേങ്ങയുമില്ല എന്ന് മനസ്സിലായി എന്നൊരു പുച്ഛഭാവത്തോടെയായിരുന്നു ഒരു റിപ്ലൈ കൊടുത്തത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ഉണ്ണിമുകുന്ദന്റെ ഫാൻ ആയിട്ടുണ്ട്. മുമ്പ് ഫാൻ അല്ലാത്തവർ വരെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഫാൻ ആയിപ്പോ. ആ ഒരു രീതിയിലായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമയിലുള്ള പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും ചർച്ചാ വിഷയമാണ്. അവിടെയും ഒരുപാട് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും ഇതേപോലുള്ള കോൺട്രവേഴ്സിയും ചർച്ചകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കും. എന്തായാലും ഇപ്പൊ അതിന് ഇരയായിരിക്കുന്നത് നിഖില വിമലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീക്രട്ട് ഏജന്റ് ആയിരുന്നു. അത് നേരെ മാറി ഇപ്പോൾ നിഖില വിമലിന്റെ മേൽത്തോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും മേപ്പടിയൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിഖില പറയുന്നത് ഞാനിവിടെ വെക്കാം. അത് നിങ്ങളൊന്ന് ആദ്യം കാണും. അനു ഒക്കെ എനിക്ക് അനുശ്രീ ഒക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ്. പക്ഷെ രണ്ടുപേരെയും മേപ്പടിയാൻ ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മേപ്പടിയാൻ വേണ്ടാന്ന് വെച്ചത്? ഒന്നുമില്ലായിരുന്നു അഭിനയിക്കാൻ. സത്യമായിട്ടും ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം, മുഴുവൻ കഥ പറയുമ്പം കുട്ടി GP വരുന്നു, GP പോകുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വച്ചിരിക്കുകയാണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തൊരു തേങ്ങയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അഞ്ജു ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവര്. എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജീപ്പിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു. അനുശ്രീയുടെ അടുത്ത് പറയുമ്പോൾ GP വന്നതേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പൊ അത്ര പോലും ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തു. കാരണം ആ സിനിമ അതല്ലായിരുന്നു നോക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കും അതങ്ങനെ എന്റെ ക്യാരക്ടറിന് ഇതിനകത്ത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാനുള്ള സ്പേസിലല്ല സിനിമ ഇരിക്കുന്നത്. അപ്പൊ എനിക്കത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയായിരുന്നു പുള്ളിക്കാരത്തി കൊടുത്ത ആ ഒരു മറുപടി, ആ ഒരു ചോദ്യത്തിന്. പറഞ്ഞാൽ ഈ നിഖില വിമലിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പുള്ളിക്കാരത്തി മനസ്സിലൊന്നും വെക്കാതെ എല്ലാം തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പുള്ളിക്കാരത്തി ഒരിക്കലും ആൻസർ പറയാറില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാറില്ല. ഉള്ളിലൊന്നും വെക്കില്ല. എന്താണോ മനസ്സ് തോന്നുന്നത് അത് തുറന്നങ്ങ് പറയും. അതിനുശേഷം പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല എയറിലാവത്തുണ്ട്. അതേപോലെയാണ് നിഖില വിമൽ എയറിലായിരിക്കുന്നത്. കാരണം അതേപോലെ ആയിരുന്നു അതിന് കൊടുത്തൊരു മറുപടി. ഇതിലൊരു തേങ്ങ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാമർശം ഒഴിവാക്കാമായിരുന്നു. അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്രയും ഒരു അറ്റാക്ക് എന്തായാലും പുള്ളിക്കാരത്തിക്ക് നേരെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ തോന്നുന്നത്, പുള്ളിക്കാരത്തി ഇതിനു മുമ്പും പല ഇന്റർവ്യൂവിലും ഇതേപോലെയുള്ള തുറന്നു പറച്ചിലും ഒക്കെ നടത്തിയിട്ട് എയറിലാവാറുണ്ട്. അതൊരു അഹങ്കാരം കൊണ്ടാണെന്നൊക്കെ പലർക്കും തോന്നുമെങ്കിലും പുള്ളിക്കാരിയുടെ മനസ്സിൽ വരുന്ന കാര്യം തുറന്നടിച്ചങ്ങ് പറയുന്നതാണ്. പക്ഷെ ചിലരുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം, എനിക്ക് ആ സിനിമയിൽ വേണ്ടത്ര സ്ക്രീൻ പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാ. അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ എന്നല്ല എന്നൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം. പുള്ളിക്കാരത്തി ആ സമയത്ത് അതൊന്നും പറഞ്ഞില്ല. എന്താണോ മനസ്സിൽ തോന്നി അത് വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു. ഇത് തന്നെയാണ് പുള്ളിക്കാരത്തിയുടെ ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഈ ഒരു വിഷയം ഇത്രയും ഒരു ചർച്ചയാവാനും വേറെ കാരണങ്ങളും കൂടെ ഉണ്ടാകും. ഉണ്ണിമുകുന്ദനും നിഖില വിമലും 2 രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. ഇതേപോലെയുള്ള സിനിമകളൊക്കെ സക്സസ് ആകുമ്പോൾ എന്തായാലും ആ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കി ഒന്നുകൂടി ഒന്നങ്ങ് കൊഴുപ്പിച്ചേക്കാം എന്ന് കുറച്ച് പേരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇത്. ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദനും നിഖിലയും ഇപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ട് വളരെ തമാശയോടുകൂടി ഈ ട്രോളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ണിമുകുന്ദന്റെ ഫാൻസിൽ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അവർ ഇതേപോലുള്ള മറുപടിയൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും അവർ ഇതിനെതിരെ പ്രതികരിക്കും, കമന്റ് ഇടും, സൈബർ അറ്റാക്ക് നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ്